ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പ്രകാശൻ കല്യാണം എടുത്തും കാദംബരി എടുത്തും പറയുന്നുണ്ട്, അവൻ മരിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എടാ എന്റെ പെൺമക്കളുടെ ജീവിതം മാറിയ പോലെ തന്നെ നിനക്കും മാറാൻ, പെൺമക്കളുടെ കൂടെയുള്ള എന്റെ ജീവിതം മാറിയ പോലെ തന്നെ നിനക്കും മാറാൻ സാധിക്കും. അവര് നിന്നെ സ്നേഹിക്കും, അവരെ കരുതലോടെ കൂടി തന്നെ നിന്നെ നോക്കും. നീ ഇനിയെങ്കിലും പുതിയൊരു ജീവിതത്തിലേക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ച് പറയണം, എന്റെ പെൺമക്കളെ ഉപദ്രവിക്കല്ലേ, എന്റെ പെൺമക്കളോട് നിനക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും അവൻ കേട്ടില്ല. ഞാൻ ആ സമയത്ത് അവനെ കൊന്നില്ലായിരുന്നെങ്കിലേ അവൻ എന്നെ കൊന്ന് കെട്ടിത്തൂക്കി കല്യാണി മോളെ കൊല്ലാൻ വേണ്ടി വന്നാനെ. അതുകൊണ്ടാ മക്കളെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലോ വെച്ചാ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമൊന്നുണ്ടായതെന്ന് പറയണത് നമ്മുടെ അമ്മ പോയതിനു ശേഷമാണ്. അത് നീ പറഞ്ഞ ശരിയാ മോളെ, നിനക്ക് ഒരു കാര്യം അറിയാമായിരിക്കുമല്ലോ, ഞാൻ പെൺപിള്ളേര് ജനിച്ചു കഴിഞ്ഞാൽ അതൊരു നാശമായിട്ട് അല്ലെങ്കിൽ ഒരു ശാപമായിട്ട് കാണുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പെൺമക്കള് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണാനേ പാടില്ല, പെൺമക്കൾ ഒരു ശാപമായിട്ട് കണ്ടിരുന്ന ഒരു നാട്ടുപ്രദേശത്താണ് ഞാൻ ജനിച്ചത്. ആ ഒരു നാട്ടുപ്രദേശത്തെ എല്ലാ കാര്യങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. ആ ഒരു പ്രദേശത്ത് ആ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ തലയിലും കേട്ടി തന്നിട്ടാ ഞാൻ ജനിച്ചു വളർന്നത്. പെൺപിള്ളേരെ എനിക്കും കണ്ടുകൂടായിരുന്നോ? അങ്ങനെ തന്നെയാ ഞാൻ എന്റെ മോനെയും വളർത്തിയത്. ഒരു കണക്കിന് അവനെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ സാധിക്കില്ല. ഞാനാണ് അവനെ പെൺപിള്ളേരെ നന്നായിട്ട് നോക്കരുത്, പെൺപിള്ളേരെ മോശപ്പെട്ടവരാണ്, പെൺപിള്ളേരെ ഒരു ഗുണവും ഇല്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും പൂർണ്ണമായിട്ട് അവനെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോ കല്യാണി പറയുന്നുണ്ട്, അച്ഛാ എന്നാലും അവനെ മാറായിരുന്നല്ലോ, കല്യാണി സരിയു മാറിയ പോലെ, അച്ഛൻ മാറിയ പോലെ, അതുപോലെ തന്നെ ബാക്കിയുള്ളവർ മാറിയ പോലെ തന്നെ അവനും മാറായിരുന്നല്ലോ. പക്ഷെ അവൻ മാറിയില്ല. അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും അവന്റെ ആത്മാവെങ്കിലും ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ടാവച്ചാ, ഞാനും എന്റെ അമ്മയൊക്കെ എത്രമാത്രം, ഞങ്ങൾ പെങ്ങന്മാരും അമ്മയൊക്കെ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന് പ്രകാശം പറയണ്ട്. മനസ്സിലായി കാണുമായിരിക്കും എന്ന് പറയാണ്. അച്ഛനിവിടെ മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ കറക്റ്റ് ആയിട്ട്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കല്യാണം ചോദിക്കുമ്പോ, ഒരു കുഴപ്പമില്ല, നിങ്ങളെയൊക്കെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ. അറിയാച്ചാ. പിന്നെ മോളെ, മനോഹർ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു, അവന് ഊണിൽ ഉറക്കത്തിലൊക്കെ അവന്റെ മോളെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ. മോള് പറ്റുമെങ്കിൽ അവന്റെ മോളെ ഇന്നോ നാളെയോ മറ്റന്നാളോട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വരാവോ? ഞാൻ നോക്കട്ടെ അച്ഛാ, തീർച്ചയായിട്ടും മോളി കൂട്ടിക്കൊണ്ട് ഞാൻ വരാച്ചാ എന്ന് പറയാണ്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, നിങ്ങൾ വന്നിട്ട് പോന്ന് പറയുമ്പോഴേക്കും വല്ലാത്ത മനസ്സിനൊരു വിഷമാണ് മക്കളെ എന്ന് പറയാണ്. ആ സമയത്ത് കാദംബരിയുടെ വായിന്ന് അറിയാതെ വീഴുന്നുണ്ട്, അച്ഛാ എവിടെ ആയിരുന്നാലും കല്യാണിക്കുള്ള അപകടമൊന്നും വിട്ടു മാറുന്നില്ലല്ലോ അച്ഛാ എന്ന് പറയാണ്. അതെന്താ മക്കളെ നീ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോ കാദംബരി കല്യാണിന്റെ മുഖത്തേക്ക് നോക്കാണ്. കല്യാണി പറയല്ലേ എന്ന് കാണിക്കുന്നുണ്ട്. എന്താ മക്കളെ, എന്താണെങ്കിലും പറ എന്ന് കാദംബരി പ്രകാശം പറയുമ്പോ കാദംബരി പറയുന്നുണ്ട്, അത് ഇന്നലെ കല്യാണിനെ കുത്താൻ വേണ്ടിട്ട് മറ്റേ രൂപാന്റിയുടെ ചന്ദ്രസന്റെ വീട്ടിൽ ഒരാള് വന്നിരുന്നു. പക്ഷെ കുത്ത് മാറിക്കൊണ്ടത് ഷാരിയാന്റിക്കാണ്. ഷാരിയാന്റി ഇപ്പോ ക്രിട്ടിക്കലായിട്ട് ഐസിയുലാണ് അച്ഛാ എന്ന് പറയാണ്. എന്തൊക്കെയാ മക്കളെ ഞാൻ ഈ കേൾക്കണത്? എന്നിട്ട് മക്കൾ അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് കല്യാണി എടുത്ത് പ്രകാശം പറയുമ്പോ, അച്ഛാ അതിനെ കുത്ത് എനിക്ക് കൊണ്ടില്ലല്ലോ അച്ഛാ, എന്നാലും മോളെ കുത്താൻ വേണ്ടിയിട്ടല്ല അവൻ വന്നത്. അപ്പോ ശത്രുത, ആൾക്ക് ഇപ്പോഴും ശത്രുതയുണ്ട്. മോളെ എന്നാ മോള് പുറത്തുനിന്ന് ഇറങ്ങണ്ട, മക്കളെന്ന് അച്ഛനെ കാണാൻ വേണ്ടി വരുമെന്ന് വേണ്ടിട്ടോ വീട്ടിൽ തന്നെ ഇരുന്നോ. അച്ഛൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പേടിക്കണത്, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നമ്മുടെ കൂടെയൊക്കെ ദൈവം ഇല്ലേ അച്ഛാ. മോളെ ഇപ്പൊ ഒരു ഭാഗ്യം മോളുടെ കൂടെ ഉള്ളതുകൊണ്ട് അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോണത്. പക്ഷെ എന്നും ഈ ഭാഗ്യം മോളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ വിചാരിക്കാൻ പാടില്ല മോളെ. സൂക്ഷിക്കണം മോളെ. എനിക്കിപ്പോ ഒരു സമാധാനം ഇല്ല. അച്ഛനിങ്ങനെ പേടിക്കല്ലേ, നോക്ക് ഞാൻ സൂക്ഷിച്ചു കണ്ടൊക്കെ എല്ലാം ചെയ്യണത്, ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല അച്ഛാ. എന്നാലും അത് അവന്റെ ഫ്രണ്ട്സ് ആയിരിക്കും, അവന്റെ വിക്രത്തിന്റെ. ഞാൻ അവസാനം അവനെ കാണാൻ പോയപ്പോഴേ അവന് 2 കൂട്ടുകാരെ അവിടെ ഉണ്ടായിരുന്നു, അവന്റെ കൂടെ വെള്ളം ഒടിക്കാനായിട്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കും മക്കളെ സൂക്ഷിക്കണം കേട്ടോ അച്ഛാ. ഒരു കുഴപ്പമില്ല, ഞങ്ങളത് പോയിട്ട് പിന്നീട് വരാച്ചാ, വാ ചേച്ചി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കല്യാണിയും കാദംബരി. പെട്ടെന്ന് കല്യാണി തിരിഞ്ഞ് പ്രകാശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ പേടിക്കൊന്നും വേട്ടോ, എനിക്കൊന്നും സംഭവിക്കില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവാണ്. പ്രകാശിനാകെ വല്ലാത്ത വിഷമം തോന്നുക കേട്ടോ. അതിനുശേഷം പ്രകാശ് നേരെ ജയിലിനുള്ളിലേക്ക് കയറുമ്പോ മനോഹർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മനോഹർ കാണുമ്പോ തന്നെ പ്രകാശിനെ കാണുമ്പോൾ മനോഹർ ചോദിക്കണ്ട്, അങ്കിളെ പറഞ്ഞിരുന്നോ, കൺമണിമോളുടെ കാര്യം പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നോടാ. അങ്കിളുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നത്. പെമ്മക്കളെ കാണുമ്പോ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ, എന്ത് പറ്റിയ അങ്കിളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടടാ, പ്രശ്നമുണ്ട്. ഇന്നലെ കല്യാണിമോളെ കൊല്ലാൻ വേണ്ടി ആരോ മറ്റേ രൂപേന്റെ ചന്ദ്രസന്റെ വീട്ടിൽ കയറിയായിരുന്നു. പക്ഷെ കുത്ത് മാറിക്കൊണ്ടതേ നിന്റെ അമ്മായിമ്മക്ക ആണോ? അയ്യോ, അത് ഭയങ്കര കഷ്ടമായി പോയല്ലോ. ആരായിരിക്കും അങ്കിളെ അത്? ആ ഗംഗപ്രസാദിന്റെ ഗുണ്ടകളായിരിക്കും, ഗംഗപ്രസാദിന്റെ കൂട്ടുകാരായിരിക്കും എന്നൊക്കെ മനോഹർ പറയുമ്പോ പ്രകാശം പറഞ്ഞിട്ടില്ലടാ, അത് ഗംഗയുടെ കൂട്ടുകാരാവാൻ ചാൻസ് ഇല്ല, അവന്റെ ആയിരിക്കും, ആ വിക്രത്തിന്റെ കൂട്ടുകാര്. ഗംഗയുടെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ആദ്യം കൊല്ലാൻ നോക്കണത്
കാർത്തിക മോളെ ആയിരിക്കും. ഇതിപ്പോ കൊല്ലാൻ നോക്കിയത് കല്യാണി മോളെയാണ്. കല്യാണി മോളാണല്ലോ എല്ലാ വീടിനും നെടുന്തൂണെന്ന് പറയണത്. അതുകൊണ്ട് അവളെ കൊല്ലാനാ നോക്കിയത്. അത് ആ വിക്രത്തിന്റെ കൂട്ടുകാരി തന്നെയായിരിക്കും. എനിക്കിപ്പോ ഒരു സമാധാനമില്ല. എടാ മനോഹർ, നമ്മൾ ഇവിടെ നിന്നൊക്കെ പരോളിന്റെ ഒക്കെ പുറത്തേക്ക് പോകുമ്പോ നമ്മളെ സ്നേഹിക്കാനുള്ളവർ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് പരോളിനെ പുറത്തേക്ക് പോണത്? ഇവിടെ തന്നെ ചത്തുടങ്ങണല്ലേ നല്ലത്. അങ്ങ് ടെൻഷൻ ആവണ്ട, ഒന്നും സംഭവിക്കില്ല. ആ കൊല്ലാൻ വന്നവന്റെ റൂട്ട് മാപ്പ് ഇപ്പൊ തന്നെ കിരൺ സാർ എടുത്തിട്ടുണ്ടാവും. കിരൺ സാറിന് അറിയാലോ കല്യാണി ആ വീട് നെടുന്തൂടാണെങ്കിൽ കിരൺ സാറും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അവൻ ആരാണെങ്കിലും ഇപ്പൊ കാട്ടിലായിരിക്കും അവന്റെ അന്ത്യം എന്ന് പറയാണ്. എന്നാലും എനിക്കൊന്ന് വളരെ ടെൻഷൻ പോലെ തോന്നുക. ഇല്ല അങ്കിള്, ഒന്നും സംഭവിക്കില്ല, ഞാനെന്നെ പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല അങ്കിള് എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ സമാധാനിപ്പിക്കുകയാണ് പ്രകാശിന് കേട്ടോ. അതിനുശേഷം കാദംബരിയും കല്യാണി നടന്നു പോയിക്കൊണ്ടിരിക്കെ കാദംബരി എടുത്ത് കല്യാണി പറഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു കാര്യം, ചേച്ചിയുടെ ഞാൻ പറഞ്ഞല്ലേ അച്ഛനെ വിഷമിപ്പിക്കുന്നൊന്നും പറയരുതെന്ന്, അച്ഛനത്തെ ഈ കാര്യമൊന്നും പറയരുതെന്നും ആ ചേച്ചി ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ, അത് മോളെ അറിയാതെ വായിൽ വന്നു പോയതാണ്. എന്നാലും ഇങ്ങനെയൊക്കെയാണ് ചേച്ചി പറയണത്. അച്ഛന് 2 അറ്റാക്ക് വന്നതാണ്. ഇനിയിപ്പോ ഇത് മതി അച്ഛൻ ആകെ വിഷമിച്ചിരിക്കാനായിട്ട്. അച്ഛൻ ഇതിന് സംഭവിച്ച എന്ത് ചെയ്യും കാദംബരി ചേച്ചി? നമ്മൾ ഇപ്പോഴല്ലേ അച്ഛന്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്. അച്ഛൻ നമ്മുടെ കൂടെ വേണ്ടേ? അമ്മയെ കൂടെ ഇല്ല, അച്ഛനെങ്കിലും നമ്മുടെ കൂടെ ഒരുപാട് നാള് വേണ്ടേ ചേച്ചി? അതിനെ വേണ്ടില്ല നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. ആ സമയത്ത് ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അച്ഛന് വിഷമം കൂടെ ഇല്ല ചെയ്യുള്ളൂ. മര്യാദയ്ക്ക് കാർത്തിക ചേച്ചി വരാന്ന് പറഞ്ഞതായിരുന്നു. കാദംബരി ചേച്ചി വരണ്ടായിരുന്നു. ചേച്ചിയുടെ വായന ഇങ്ങനെയൊക്കെ വീഴുമെന്ന് ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. അയ്യോ മോളെ സോറി, ഞാനത് അറിയാതെ പറഞ്ഞു പോയത് പറഞ്ഞില്ലേ. ശരി, പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് അറിയാതെ പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വാ നടക്ക്, പോവാം എന്ന് പറഞ്ഞിട്ട് കാർത്തികൻ കാദംബരിയും കൂടി പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന സരയുനെയാണ്. സരയു ഓഫീസിൽ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ സ്കെച്ചാണ് സരയു വരയ്ക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഏറ്റവും മോളിൽ നിന്ന് കല്യാണി ഉന്തി തരണം, അവള് നിലത്തേക്ക് വീഴും, മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ സരയു ആ ബിൽഡിങ്ങിന്റെ സ്കെച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണിനെ എങ്ങനെ കൊല്ലാം എന്ന രീതിയിലാണ് ആ ഒരു പ്ലാൻ തന്നെ സരയു വരയ്ക്കുന്നത് കേട്ടോ. അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. കല്യാണി നോക്കുമ്പോ സരയു ഭയങ്കര വരയാട്ടോ. ആഹാ, ഭയങ്കര വർക്കാണല്ലോ, ഇത്രയും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണ്ട കേട്ടോ, കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്യാം. ആ കല്യാണിയോ? അച്ഛനെ കാണാൻ പോയിട്ട് അച്ഛനിപ്പോ സുഖമായിട്ടിരിക്കുന്നു. അവിടെ മനോഹർ ഉണ്ടല്ലോ അച്ഛനെ കൂട്ടായിട്ട്. അല്ല സരിയോ എന്താ ഏത് നേരം പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കണത്? അല്ല, ഒരു സമയത്ത് ഈ കമ്പനി വരുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടല്ല കല്യാണി, ഇപ്പൊ വർക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിനുള്ള പ്രതിഫലം കിരണേട്ടൻ തരുന്നുണ്ടല്ലോ. ആവശ്യത്തിൽ കൂടുതലൊന്നും കിരൺ എനിക്ക് തരുന്നില്ലല്ലോ. എന്നാലും ആവശ്യത്തിൽ ഇനിയും ഒരുപാട് തരണമെന്നാ എന്റെ ആഗ്രഹം. അതൊന്നും വേണ്ട, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ കിരൺ തരുന്നുണ്ട്, നിങ്ങളെല്ലാതെ തരുന്നുണ്ട്. ഇനി അതിൽ കൂടുതലൊന്നും വേണ്ട കല്യാണി. ആവശ്യത്തിൽ കൂടുതലൊന്നും തരുന്നില്ല, ആവശ്യമുള്ളത് മാത്രമേ തരുന്നുള്ളൂ. പിന്നെ ഈ എന്തൊക്കെ പറഞ്ഞു, ഈ കമ്പനി സരുവിന്റെ പേരിലുള്ള കമ്പനി ആയിരുന്നല്ലോ, അതുകൊണ്ട് ഈ കമ്പനി നല്ലൊരു ഷെയർ സരുവിന്റെ പേരിൽ തരാനാ കിരണേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ സരിയും മനസ്സിൽ വിചാരിക്കുകയാണ്, അതൊന്നും നിന്റെ ഔദാര്യമല്ലടി, എന്റെ അവകാശമാണ് എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ശേഷം കല്യാണി പറയുന്നുണ്ട്, അതെ നാളെ സരിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാട്ടോ. അതെന്ത് കാര്യമാ? അത് മനോഹറിന് മോളെ കാണാനൊരു ആഗ്രഹം. നാളെ ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് പോകും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കല്യാണി, മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നതല്ലേ, നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അല്ല നാളെ എപ്പോഴാ പോവാ? നാളെ രാവിലെ പോകും. പിന്നെ സരിയു മനോഹർ എന്തിനാണ് ഗംഗപ്രസന്നെ കൊന്നെന്നുള്ള കാര്യം സരിയുവിന് അറിയാലോ. ഞങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള മനോഹറിനെ വെറുക്കാൻ പാടില്ലല്ലോ. അപ്പൊ സരിയു പറയണ്ട്, വെറുക്കണ്ട, പക്ഷെ എനിക്ക് അവനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല കല്യാണി. അത് പെട്ടെന്ന് കഴിയില്ല സരിയു, പക്ഷെ പതുക്കെ പതുക്കെ നീയും മാറണം. ഞങ്ങളെല്ലാരും മാറിയ പോലെ നീയും മനോഹറിനെ സ്നേഹിച്ചു തുടങ്ങണം. ഞാൻ ശ്രമിക്കാൻ കല്യാണി എന്ന് പറയാണ് നമ്മുടെ സരിയു കേട്ടോ. ആ ശേഷം കല്യാണി പറയണ്ട്, എങ്കിൽ ശരി, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? വൈകിട്ട് പോകും. ശരി എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടുന്ന് പോവാണ്. അത് കേട്ട് സരുവിന് ദേഷ്യം വരുവാട്ടോ. എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് അവൾ നാളെ പോവാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സരു. ശേഷം വീട്ടിലേക്ക് വരുമ്പോ തന്നെ താര വാതിൽ തുറക്കാണ്. കൊല്ലാൻ പറ്റുമോ നിങ്ങക്ക് എന്ന് താരയുടെ ചോദിക്കുകയാണ് സരു. എന്താ എന്ന് താര ചോദിക്കുമ്പോ കല്യാണിനെ കൊല്ലാൻ പറ്റുമോന്ന്. അയ്യോ ഇല്ല എന്ന് താര പറയുമ്പോ നിങ്ങൾക്ക് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛൻ ഒരു കൊള്ളരുതാത്തവൻ തന്നെയായിരുന്നു. എന്റെ അമ്മേനെ 25 വർഷം അങ്ങേര് പറ്റിച്ചത്. പക്ഷെ എന്റെ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് അതിന് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. നിങ്ങളെ എന്തിനാ എന്റെ ലൈഫിലേക്ക് വന്നത്? മക്കൾ ഇതിൽ പറഞ്ഞ ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതായിരിക്കണം അമ്മ. കുഴപ്പമില്ല, ഞാൻ തന്നെ കല്യാണിനെ കൊന്നോളാം. എന്റെ കൈ കൊണ്ട് തന്നെ മരിക്കാനായിരിക്കും അവളുടെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു മുകളിലേക്ക് കയറി പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.